ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യ ബോളിൽ തന്നെ ഒരു സിക്സറോട് കൂടി നൗഫലിനെ വരവേൽക്കുന്നു. വീണ്ടും ഒരു മനോഹരമായ ഷോട്ടിലൂടെ സിക്സർ തന്നെ കണ്ടെത്തുന്നു. തുടർച്ച മൂന്നാമത്തെ ബോളിൽ മികച്ചൊരു ബോളുമായി നൗഫൽ. രണ്ട് മനോഹര ബോളുമായി നൗഫൽ മത്സരത്തിലേക്ക് തിരികെ വരുന്നു. നേരിട്ട് ആദ്യ ബോളിൽ തന്നെ ഒരു സിക്സർ കണ്ടെത്തിക്കൊണ്ട് സുജിൻ ദാസും തന്റെ റൺ വേട്ടയ്ക്ക് തുടക്കം കുറിക്കുന്നു. ആദ്യ ഓവർ അവസാനിക്കുമ്പോൾ it was a try, a big shot. പക്ഷേ അതൊരു ക്യാപ്പിലൂടെ ഒരു 4 ആയി ഒരു ഫുൾ ടോസ്, അതിലൊരു ബിഗ് സിക്സറിലൂടെ റഊഫ് ആട്ടീരി ടീമിന്റെ റൺ നിരക്ക് കുത്തനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരു തുടരെ ബൗണ്ടറികൾ റഊഫിന്റെ ബ്ലേഡിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു സ്ലോവറിലൂടെ ഒരു തിരിച്ചറിയുള്ള സമൽച്ചറി. വീണ്ടും ഒരു മികച്ച ഷോട്ട്. ബൗണ്ടറി ലൈനിൽ ആസിഫിന്റെ നല്ലൊരു സ്റ്റോപ്പ്. ഒരു സിംഗിളിൽ കലാശ. ഗ്രൗണ്ടിന് പുറത്തേക്ക് ഒരു മനോഹരമായ സിക്സർ കൂടി റഊഫ് കണ്ടെത്തുന്നു. ഒരു ഫുൾ ടോസ് ആയിരുന്നു, പക്ഷെ അതൊരു സിംഗിളിൽ കലാശിക്കുന്നു. ബോളുമായി തിരികെ വരാനുള്ള റാഷിഖിന്റെ ശ്രമം. വീണ്ടും ഒരു മികച്ച ബോൾ. സ്ട്രൈക്ക്. വീണ്ടും ഒരു സിക്സർ. തുടരെ ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് പന്തെത്തിച്ചുകൊണ്ട് റഊഫ് ബോൾ ബോയ്സിന് പണിയുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും തുടരെ മികച്ച ഷോട്ടുകൾ അദ്ദേഹത്തിന്റെ ബ്ലേഡിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ഉയർത്തിയടിക്കാനുള്ള ശ്രമം. ഉയർന്നു പൊങ്ങിയ ബോളിനെ ഓട്ടിയെടുത്തുകൊണ്ട് ചെറിയതൊരു ക്യാച്ചാക്കി മാറ്റുന്നു. ഒരൽപ്പം ബൗൺസ് കുറഞ്ഞ ബോൾ ബാറ്റ്സ്മാനെ കബളിപ്പിച്ച് ഒരു റണ്ണകല ടൂർണമെന്റിലെ രണ്ടാമത്തെ 50 നേടാനുള്ള അവസരം റഊഫിന് നഷ്ടമാകുന്നു. 49 റൺസിൽ അദ്ദേഹം റൺ ഔട്ട് ആകുന്നു. വളരെ മികച്ച രീതിയിൽ ഒരു ഓവർ പൂർത്തിയാക്കിക്കൊണ്ട്
സുഹൈൽ കളിയിലേക്ക് തന്റെ ടീമിനെ ഒരു ഷോ ഓവർ ഡെലിവറി. വീണ്ടും ഡോട്ട് ബോളുകൾ. വീണ്ടും ഒരു വിക്കറ്റ് കൂടി നേടുന്നു. ഒരു നോ ബോൾ. അവസാനത്തെ ബോളിൽ ഒരു 4 കണ്ടെത്തി 69 റൺസിൽ സ്കോർ ബോർഡ് നിൽക്കുന്നു. RKS വറ്റലൂരിന്റെ വിജയലക്ഷ്യം 5 ഓവറുകളിൽ നിന്ന് 70 റൺസായി മാറുന്നു. കങ്കൻ വാട്ടർ സൊല്യൂഷനുമായി ബന്ധപ്പെടാവുന്നതാണ്. ആദ്യ ബോളിലെ വിക്കറ്റിന് ശേഷം രണ്ടാമത്തെ ബോളർ ഇപ്പോൾ ആദ്യ ബോൾ സ്ട്രൈക്ക് ചെയ്യുന്ന റാഷിക്ക് ഒരു ഡോട്ട് ബോളിലൂടെ ബോളർ തിരികെ വരും. ആദ്യ ബോളിൽ വിക്കറ്റ് എടുത്തൊരു 6 വാങ്ങിയെങ്കിലും പിന്നെ തുടർച്ച ആദ്യ ബോളിൽ തന്നെ ഒരു കൂറ്റൻ 6 നല്ലൊരു തുടക്കം നൽകുന്നു. ഒരു ബ്രില്യൻ ഡെലിവറിയിലൂടെ വീണ്ടും ഒരു മികച്ച ഡെലിവറിയിലൂടെ അജിത് തന്റെ ഓവറിന് നല്ല തുടക്കം നൽകുന്നു. What a brilliant shot by Rashik. നല്ല രീതി ഒരു 6 ശേഷം അടുത്ത 6 അടിക്കാനുള്ള ഒരു ഉയർത്തിയടി. ഈ പ്രാവശ്യം 2 ഫീൽഡർക്കിടയിലൂടെ ഒരൽപ്പം ഭാഗ്യത്തിന്റെ തുണയോടുകൂടി രക്ഷ. മികച്ചൊരു ഷോട്ടും മികച്ചൊരു ബോളും. ഒരു ലോ ഫുൾ ടോസ് അതിനൊരു സിംഗിളായി കൺവേർട്ട് ചെയ്യുന്നു. ഒരു ഡോട്ട് ബോൾ. ഒരു 6 ശ്രമം, പക്ഷേ ശരിയായ രീതിയിൽ കണക്ട് ചെയ്യാൻ കഴിയില്ല. ഷിജിൻ ദാസിന്റെ കയ്യിൽ ബോൾ വിശ്രമിക്കുമ്പോൾ റാഷിക്കിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. മികച്ച രീതിയിൽ ബൗളിംഗ് തുടരുന്ന ശരത് പണിക്കലിലൂടെ ഒരു വിക്കറ്റ് കൂടെ 2 ഓവറുകൾക്ക് ശേഷം തുടരെ ഡോട്ട് ബോളുകളുമായി what a fantastic over by Sharad Panikar. Brilliant over. ഒരൊറ്റ റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് കൂടെ നേടിക്കൊണ്ട് മത്സരത്തിൽ മികച്ചൊരു മുൻതൂക്കം തന്നെ തന്റെ ഒരു സ്ലോ ഓവറിനുള്ള ശ്രമമായിരുന്നു. പക്ഷേ അത് കറക്റ്റായി റീഡ് ചെയ്തുകൊണ്ട്
വീണ്ടും ഒരു സിക്സ്. വീണ്ടും ഒരു ബൗണ്ടറി കൂടി കണ്ടെത്തുന്നു. തുടരെ 2 സിക്സറും ഒരു 4 നേടിക്കൊണ്ട് ഇപ്രാവശ്യം കുന്നാവയുടെ കൈകളിൽ നിന്ന് മികച്ചൊരു വീണ്ടും ഒരു പടുകൂറ്റൻ സിക്സർ കണ്ടെത്തുന്നു. തന്റെ ടീമിന് വേണ്ട രീതിയിൽ തകർപ്പിനടികളുമായി മൈതാനമധ്യത്തിൽ നിറഞ്ഞു കളിച്ചിരുന്ന സുഹൈലിന് അവസാനത്തെ ബോളിൽ ഒരു ക്യാച്ചിലൂടെ വിക്കറ്റ്. ആദ്യ ബോളിൽ തന്നെ ഒരു സിക്സർ കണ്ടെത്തുമ്പോൾ മത്സരം കൈവിട്ടിട്ട് കൂടി മുന്നിട്ട് തുടങ്ങുന്നു. രണ്ടാമത്തെ ബോൾ ഉയർത്തി അടിക്കാനുള്ള ശ്രമം ശരിയായ രീതിയിൽ കണക്ട് ചെയ്യുന്നില്ല. ഒരു സിംഗിളിൽ അവസാനിക്കുമ്പോൾ വലിയ ഷോട്ടുകൾ മധ്യത്തിൽ നിന്ന് വന്നാൽ തന്നെയുള്ളൂ RKS വറ്റലൂരിന് സെമിയിലേക്ക് ഫൈനലിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഒരു സിക്സർ കണ്ടെത്തുന്നു. മത്സരം കൈവിട്ടിട്ടില്ല എന്ന് അസ്കർ പറയുന്നു. അഞ്ചാമത്തെ ബോളിലേക്ക് അതിലും ഒരു ബിഗ് ഷോട്ട് കണ്ടെത്തുമ്പോൾ അത്യന്തം ആവേശകരമായ സെമി ഫൈനലിന്റെ അവസാന റിസൾട്ട് അവസാന ബോളിലേക്ക് നീണ്ടുപോകുന്നു. ഒരു ബോളിൽ 4 റൺസ് എന്ന രീതിയിൽ ഈ ഒരൊറ്റ ബോൾ തീരുമാനിക്കും. ഇപ്രാവശ്യം സമ്മർദ്ദത്തെ ഹുസൈൻ മനോഹരമായി കീഴ്പ്പെടുത്തുന്നു. തന്റെ ടീമിന് ഒരു വിജയം നൽകുന്നു. എങ്കിലും അസ്കറിന്റെ പോരാട്ട വീരത്തെ നമിക്കാതെ വയ്യ. What a brilliant match.